അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ധൈര്യം. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകൾ മുത്തുനബിയുടെ അമ്മായിയുണ്ട്, വല്യമ്മയുണ്ട്, സഫിയ ബിൻതു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹാ. 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധയാണവര്. 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. നബിയുടെ അമ്മായിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ, ബാറ്റിൽ ഓഫ് ട്രഞ്ച് എന്നറിയപ്പെടുന്ന ഖന്തഖ് യുദ്ധം നടക്കുമ്പോ മദീനയുടെ ഒരു ഭാഗത്ത് കിടങ്ങാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ പൈഗൻസ് അതുപോലെ തന്നെ മറ്റു അവിശ്വാസികളെല്ലാം ഒരുമിച്ചുകൂടി മദീനയെ അറ്റാക്ക് ചെയ്യുന്ന ഖന്തഖ് യുദ്ധം നടക്കുമ്പോ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളൊക്കെയും ഒരു ചെറിയ കോട്ടയിൽ അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് സംരക്ഷണം കൊടുത്തിരുന്നു. അവിടെ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമാണ്. സ്വഹാബികളൊക്കെ യുദ്ധമുഖത്താണുള്ളത്. കിടങ്ങിന്റെ അപ്പുറത്ത് ഖന്തഖിന്റെ അപ്പുറത്ത് ശത്രുക്കൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. ആ നേരത്ത് ഒരു പുരുഷൻ പോലും അവർക്ക് സംരക്ഷണത്തിനില്ല. ആ നേരത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അഭയം തേടിയിരിക്കുന്ന ഒരു യുദ്ധം നടക്കുന്ന സമയമാണിത്. ആണുങ്ങളൊക്കെ യുദ്ധത്തിന്റെ മുഖത്ത്, ഈ പെണ്ണുങ്ങൾ മാത്രം നിൽക്കുന്നിടത്തേക്ക് കയറി വന്ന ജൂതനെ വടിയിൽ കെട്ടിവെച്ച് മഹദി റളിയല്ലാഹു തആല അൻഹ ആ കഠാര കൊണ്ട് തോൽപ്പിച്ച് ആ ജൂതനായ ചാരനെ വധിച്ചു കളഞ്ഞ മഹദിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. എന്താണ് ആ ധൈര്യം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ടത്. പരസ്പരം സഹായിക്കേണ്ടവരാണ്. മുസ്ലിമീങ്ങളായ പുരുഷന്മാർ പരസ്പരം സഹായികളാണ്. എന്തൊക്കെ? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂനസ് സ്വലാം. എന്ത് അസന്നിഗ്ധ ഘട്ടം വന്നാലും, എത്ര വൾനറബിൾ ആയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ധീരമായി അള്ളാഹുവിന് വേണ്ടി രംഗത്തിറങ്ങാൻ അവർക്ക് സാധിക്കണം. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. സത്യവിശ്വാസികൾ പരസ്പരം നന്മ പറഞ്ഞു കൊടുക്കേണ്ടവരാണ്, നന്മ ഉപദേശിച്ചു കൊടുക്കേണ്ടവരാണ്, മറ്റുള്ളവരുടെ സംരക്ഷണം ഉദ്ദേശിക്കേണ്ടവരാണ്, അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ്. ഇസ്രായേൽ സന്തതികളിലെ ആളുകൾ മഹാന്മാരായ 2 പ്രവാചകന്മാരുടെ നാവിലൂടെ ശപിക്കപ്പെടാനുള്ള കാരണം അവർ സതുപദേശം ഉപേക്ഷിച്ചതുകൊണ്ട്, മറ്റുള്ള ആളുകൾക്ക് സംരക്ഷണം വേണമെന്ന് ചിന്തിക്കാത്തതുകൊണ്ട്. ശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളോട് പറയുകയാണ്, സഫിയ ബീവിയുടെ ധൈര്യം, ഈമാൻ കൊണ്ട് നടക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് വേണം. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ റഅയ്തു അഫ്ളലെന്ന് ഖുറൈശിയ തൻസീൽ. അല്ലാഹുവിന്റെ കലാം എന്താണോ അത് ശരിക്കും നടപ്പിലാക്കുന്നവർ അൻസ്വാരികളായ മദീനയിലെ പെണ്ണുങ്ങളെ പോലെ നല്ല പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. സൂറത്തുൻ നൂറിലെ അല്ലാഹുവിന്റെ വചനം ഇറങ്ങിയപ്പോൾ സത്യവിശ്വാസിനികൾ ഹിജാബ് ധരിക്കണമെന്ന ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يبدين زينتهن إلا لبعولتهن. ഒരു പെണ്ണും അവരുടെ സൗന്ദര്യം തന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ പ്രകടിപ്പിക്കരുത് എന്ന ആയത്ത് വരുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ولا يبدين زينتهن إلا لبعولتهن. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത് തന്റെ ഭർത്താവിന് വേണ്ടിയാണ്. ആയത്തിറങ്ങുകയാണിത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുങ്ങുന്നത്? ഈ ഒരുക്കത്തിന്റെ വ്യംഗ്യമായ അർത്ഥം എന്താണ്? നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അർഹതയും അവകാശവുമുള്ള ഭർത്താവിനെ നിഷേധിക്കുകയും നാട്ടുകാർക്ക് വേണ്ടി അണിഞ്ഞൊരുക്കുകയും ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം? നാട്ടുകാരെ വാ എന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? റോഡിലൂടെ പോകുന്നവര് മുഴുവനും പിന്നാലെ കൂടണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എന്തിനാണ് ഈ അലങ്കാരം? എന്തിനാണ് ഇത് ചെയ്തത്? എന്തിനാണ് അല്ലാഹു തആല അനുവദിച്ചത് നൽകാതെ അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞിടത്തേക്ക് എന്തിനാ നിങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത്? വലാ യുബ്ദീന സീനതഹുന്ന. നിങ്ങളുടെ ശരീരം, അതിന്റെ സൗന്ദര്യം നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഇല്ലാ ലിബുഉലതിഹിൻ, അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രമാണ്. എന്നാൽ ജോലി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും വെളിവാവുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ, കയ്യ്, കാൽമുട്ടിന്റെ താഴെ, തലമുടി, പിരടി, കഴുത്ത് പോലെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വെളിവാക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരാരൊക്കെയാണ്?
ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊനതിഹിന്ന, നിങ്ങളുടെ വാപ്പമാരും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ വാപ്പമാരും സ്വാഭാവികമായും ജോലി സമയത്ത് വെളിവാകുന്ന ശരീരഭാഗം ഇവിടെ. ഇങ്ങനെ ഭർത്താവിന്റെ കോൾ വരുന്നു, പെണ്ണിന് അവന്റെ ഭാര്യയ്ക്ക്, അവളുടെ കയ്യിൽ ഫോണില്ല, കൊടുക്കുന്നത് വാപ്പയുടെ ഫോണാണ്. വാപ്പ അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തന്റെ മകനും തന്റെ മരുമകളും സംസാരിച്ചത് ഒളിഞ്ഞിരുന്ന് കേട്ടാസ്വദിക്കുന്ന അസുഖമുള്ള വാപ്പമാരെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. തന്റെ മകന്റെ ഭാര്യ തന്റെ മോളാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യത്വമുള്ള വാപ്പാക്ക്, അല്ലെങ്കിൽ ആ വാപ്പയുടെ മുമ്പിലും ഇവൾ ഹിജാബ് ധരിക്കേണ്ടി വരും. ഭർത്താവിന്റെ മുമ്പിൽ കാണിക്കുന്നതല്ല തന്റെ പിതാവിന്റെ മുമ്പിലുള്ള ഔറത്ത്, തന്റെ ഭർത്താവിന്റെ വാപ്പയുടെ മുമ്പിലുള്ള ഔറത്ത് ഭർത്താവിന്റെ ഔറത്തല്ല. ഭർത്താവിന് അവളുടെ ശരീരം മുഴുക്കയും ഹലാലായിരിക്കെ അതൊന്നും ഇനി പറയാൻ പോകുന്ന ആളുകൾക്കില്ല. സ്വാഭാവികമായും കണ്ടുപോകുന്ന കൈകാലിന്റെ ഭാഗം, കൈയിന്റെ താഴ്ഭാഗം, കാൽമുട്ടിന്റെ അവരുടെ മുമ്പിൽ, ഔ ഇഖ്വാനിഹിന്ന അവരുടെ സ്വന്തം ആങ്ങളമാരുടെ മുമ്പിൽ, ഔ ബനീ ഇഖ്വാനിഹിന്ന അവരുടെ സഹോദരന്മാരുടെ ആൺമക്കൾ അവരുടെ മുമ്പിൽ, ഔ ബനീ അഖവാതിഹിന്ന ഈ പെണ്ണുങ്ങളുടെ ജ്യേഷ്ഠത്തിമാരുടെ മക്കൾ ആൺമക്കളായ മക്കളുടെ മുമ്പിൽ. അതിനൊന്നും വിരോധമല്ല, അവരുടെ മുടി കാണുന്നതിന്, കൈകാലുടെ അല്പഭാഗങ്ങൾ കാണുന്നതിന്. പിന്നെ ആരാണ്? ഔ നിസാഇഹിന്ന അവരുടെ കൂട്ടുകാരികളായ അവരുടെ കൂടെ താമസിക്കുന്ന പുരുഷന്മാരിൽ നിന്ന് വൈകാരികമായ ചിന്തകളില്ലാത്ത, വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന മന്ദബുദ്ധിയുള്ളവരോ സ്വാഭാവികമായ പെരുമാറ്റങ്ങളില്ലാത്തവരോ, അങ്ങനെ ഒരു വൈകാരിക ചിന്തയൊന്നുമില്ലാത്തൊരു വേലക്കാരൻ. ഗൈരി ഉലിൽ ഇർബ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ത്വായിഫുകാരിൽപ്പെട്ട അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ നാവിൽ നിന്ന് പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള വർണ്ണന കേട്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് അഖ്രിജൂ, അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൈരി ഉലിൽ ഇർബ, കല്യാണം കഴിക്കാനൊന്നും ചിന്തിക്കാത്ത, അങ്ങനെ ഒരു മനോരോഗമുള്ള, മാനസിക അസുഖമുള്ള അങ്ങനത്തെ ആളുകൾ വീട്ടിലുണ്ടാകും. അവരുടെ മുമ്പിലും പെണ്ണുങ്ങളുടെ ഈ സ്വാഭാവികമായ ജോലി സമയത്ത് വെളിവാകുന്നത് അവർ കണ്ടുപോകുന്നതിന് വിരോധമില്ല. മസ്അല നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ ഉണ്ടാകും, അവരുടെ മുമ്പിൽ നിങ്ങൾ അന്യരുടെ മുമ്പിൽ പാലിക്കേണ്ട ഔറത്ത് ശരീരം മുഴുവനും മറക്കേണ്ടവരാണ്. വീട്ടിൽ അടുക്കളയിൽ സഹായിക്കുന്ന ചെറുപ്പക്കാരന് പ്രായപൂർത്തിയായ മക്കളുണ്ടാകും. വീട്ടിൽ ജോലി ചെയ്യുന്ന ഏതോ അന്യ നാട്ടുകാരൻ, ഏതോ അയൽവാസിയോ അല്ലെങ്കിൽ വിദൂരത്ത് എവിടെയോ വന്ന് താമസിച്ച് തന്റെ വീട്ടിൽ കാലങ്ങളായി വളരുന്ന ആള് ആരോ ആയിക്കോട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഔറത്തുകൾ എന്തൊക്കെയാണ്, എന്താണ് നമുക്ക് അനുവദിക്കപ്പെട്ടത്, അനുവദിക്കപ്പെടാത്തത്? നമ്മുടെ അടുക്കളകളിൽ അന്യരായ പുരുഷന്മാർ കയറിറങ്ങേണ്ടതല്ല. എത്ര വലിയ അടുത്ത ബന്ധുവായിരുന്നാലും പോലും അയൽവാസികളുടെ അടുക്കളയിലേക്ക് കൂട്ടുകാർക്ക് കടന്നു പോകാൻ പറ്റുമോ? എന്റെ ഫ്രണ്ടാണ് വിചാരിച്ച് നീയും നിന്റെ ഫ്രണ്ടും, ഫ്രണ്ട്ഷിപ്പ് വേറെ, വീടിന്റെ അകത്തുള്ളതല്ല നിന്റെ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ കടന്നു വന്ന് യഥേഷ്ടം അടുക്കളയിലേക്കും ബെഡ്റൂമിലേക്കും ഇവന്റെ പെങ്ങളോടും ഇവന്റെ ഉമ്മയോടും ഇവൻ തന്റെ വീട്ടുകാരന്റെ ജ്യേഷ്ഠത്തിമാരോടും അനിയത്തിമാരോടും സംസാരിക്കാനോ കാണാനോ ഉള്ള അവകാശം ഫ്രണ്ടേ നിനക്കില്ല എന്ന് മനസ്സിലാക്കണം. നീ പുറത്തിരുന്നോ? അന്യ പെണ്ണുങ്ങളാണ് അവരൊക്കെ, എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നിനക്കത് ഹലാലാവില്ല. ഗൈരി ഉലിൽ ഇർബ, വീട്ടിൽ ജോലി ചെയ്യുന്ന ആണുങ്ങളിൽ വൈകാരിക ചിന്തകളില്ലാത്ത, വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മന്ദബുദ്ധിയോ മറ്റോ ഉള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാധു ഉണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ കുഴപ്പമില്ല. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. പെണ്ണുങ്ങളുടെ ഔറത്തുകൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ. എന്താണ് അല്ലാഹു ഉപയോഗിച്ച വാക്ക് നോക്കണം. കുട്ടികളുടെ മുമ്പിൽ പറ്റുന്നല്ല പറഞ്ഞത്. എങ്ങനത്തെ കുട്ടികൾ? അല്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത മക്കൾ. മൊബൈൽ ഫോണുകളുള്ള കാലമല്ലേ ഇത്? ഇന്റർനെറ്റ് സംവിധാനങ്ങളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളില്ലാത്ത ചെറിയ യുപി കുട്ടികളുണ്ടോ?
ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് വരെ അക്കൗണ്ടുകളില്ലേ? എല്ലാവിധ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ക്ലിപ്പുകളും അല്ലാത്തതും കൈമാറാൻ പറ്റുന്ന കാലമല്ലേ? ഔറത്തിന്റെ വിഷയം, വ്യഭിചാരത്തിന്റെ ഒരു ചിത്രമെങ്കിലും കണ്ടുപോയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു അന്യ പുരുഷനെ കാണുന്ന പോലെ ഈ പെണ്ണുങ്ങൾ അച്ചടക്കം പാലിക്കേണ്ടി വരുമെന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇതൊന്നും തിരിയാത്ത മക്കളാണെങ്കിൽ കുഴപ്പമില്ല. എന്തിനാണ് ഇതൊക്കെ? ഈ സമൂഹം നശിച്ചു പോവാതിരിക്കാനാണ്, ഈ സമൂഹത്തിന് സ്വർഗം കിട്ടാനാണ്, ഈ സമൂഹത്തിന് അള്ളാഹു ആഗ്രഹിക്കുന്ന ഇന്നതാണ്. അതുപോലെ നടക്കുവിനെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പെണ്ണുങ്ങൾ അവരുടെ കാല് ചവിട്ടി നടക്കരുത്, ബൗൺസ് ചെയ്ത് നടക്കരുത്, കാല് സ്റ്റാമ്പ് ചെയ്ത് നടക്കരുത്. എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. മുമ്പൊക്കെ കാലിൽ പാദസരം, ശബ്ദമുള്ള വെള്ളി പാദസരങ്ങളുണ്ട്, കിലുകുലുക്കമുള്ള പാദസരങ്ങൾ. അങ്ങനെ കാലിലണിയുന്ന ആഭരണത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാല് നിങ്ങൾ അടിച്ചു നടക്കരുത്, നിങ്ങളുടെ കിണികിണി ശബ്ദം കേൾപ്പിക്കരുത്. 1400 കൊല്ലം മുമ്പ് ഖുർആനിൽ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോ ജനങ്ങളുടെ അട്രാക്ഷന് വേണ്ടി ദാഹിക്കല്ലേ, ഇങ്ങോട്ട് നോക്കുക എന്ന തരത്തിൽ നടക്കല്ലേ, നിന്റെ ശബ്ദം പോലും നീ ഉയർത്താൻ പാടുള്ളതല്ലല്ലോ. അതുകൊണ്ട് സഹോദരിമാരെ, വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണേ, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇത് കാസർകോട്ടുകാർക്ക് മാത്രമല്ല, മലപ്പുറത്തുകാർക്ക് മാത്രമല്ല, ലോകത്ത് ഖിയാമം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക്, ആണിനും പെണ്ണിനും അള്ളാഹു പഠിപ്പിച്ച നിയമമാണിത്. ഇനി മനസ്സിലാക്കണം, ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ആയത്ത് സ്വഹാബിമാർ കേട്ടപ്പോ പള്ളിയിൽ നിന്ന് കേട്ടതാണ് നബി തങ്ങൾ ചൊല്ലിക്കൊടുത്തത്. ആ സമയത്ത് എന്തു ചെയ്തു? ഫസമിഅഹർ റിജാലു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഈ ആയത്ത് പഠിച്ചതിന്റെ ശേഷം തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക്, തന്റെ പെങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു ഇറക്കിയ ഈ ആയത്ത് ആണുങ്ങൾ ഓതിക്കൊടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും അൻസ്വാരികളായ പെണ്ണുങ്ങൾ എഴുന്നേറ്റു പോകുന്നു റൂമുകളിലേക്ക്. അവിടെ ചെന്നിട്ട് മുഖം മറക്കാനുള്ള, തലമറക്കാനുള്ള, ശരീരം മറക്കാനുള്ള വസ്ത്രമായിട്ടില്ല. അത് നെയ്ത് വരട്ടെ എന്ന് കാത്തിരിക്കാൻ നേരമില്ല, ടൈലർ ഷാപ്പിൽ കൊടുക്കട്ടെ എന്ന് പറയാൻ നേരമില്ല. അങ്ങനെ കടന്നു ചെന്ന് കിട്ടിയ വസ്ത്രം ഇല്ല ഖാമത് ഇലാ മിറത്തിഹാ. പുതപ്പിനാണ് മിറത്തു എന്ന് പറയാ. പുതപ്പേ കിട്ടിയിട്ടുള്ളൂ, അത് 2 കഷ്ണമാക്കി. ഒരു കഷ്ണം കൊണ്ട് ഹിമാർ ധരിച്ചു, ഒരു വസ്ത്രം കൊണ്ട് അവരുടെ ഷോൾഡർ മറച്ചു. അങ്ങനെ ശരീരം മുഴുവനും മറക്കാനുള്ള വസ്ത്രം നെയ്ത്തുകാരനെ കണ്ടിട്ടാവാം, ഒന്ന് അടിക്കാൻ കൊടുത്തിട്ടാവാം, ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അതിന്റെ മോഡൽ വന്നിട്ടില്ല, ഇതൊന്നും നോക്കാൻ നേരം കാത്തിരിക്കാതെ വളരെ പെട്ടെന്ന് കിട്ടിയ വസ്ത്രങ്ങളെ കൊണ്ട് ഹിജാബ് ധരിക്കാൻ മുന്നോട്ട് വന്ന അൻസ്വാരികളായ പെൺമക്കളെ പോലെ നല്ല പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ. അവരാണ് പെൺകുട്ടികൾ. അല്ലാഹു പറഞ്ഞു, ഞങ്ങൾ ഒരുക്കമാണിത് സ്വീകരിക്കാൻ. സഹോദരന്മാര് മനസ്സിലാക്കണം, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് തല മറക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്കൂളുകൾ നമ്മുടെ പരിസരത്തില്ലേ? ഇല്ലേ? തലമറക്കാൻ പാടില്ല സ്കൂളിന്റെ നിയമം. അവിടെ പഠിക്കുന്ന മക്കൾ ആരാ അവിടെ കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നത്? നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകൾ. ഒന്നുകിൽ അത്തരം മാനേജ്മെന്റുകളോട് ഇടപെട്ട് മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് 6, 7, 8, 9 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തിയുടെ പക്വത കാണിക്കുന്ന സമയമാണ് നമ്മുടെ കാലഘട്ടം. ആ മക്കൾക്ക് തലമറക്കാനുള്ള അവകാശം ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധ്യമല്ലെങ്കിൽ, പൊന്നു രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ 4 വരി ഇംഗ്ലീഷ് പറയാൻ വൈകിപ്പോയാലോ, അവരുടെ ഇംഗ്ലീഷിന്റെ ആക്സെന്റ് ഒന്ന് തെറ്റിപ്പോയാലോ, അവരുടെ പരീക്ഷയിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയാലോ സാരമില്ല, നിങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ നിങ്ങൾ ഫീസ് കൊടുക്കല്ല, നിങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ കൂട്ടുകൊടുക്കല്ല. പ്രായപൂർത്തി മുസ്ലിം പെൺകുട്ടികൾക്ക് തലമറക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്കൂളുകൾ, എന്നാൽ എത്രയോ മുസ്ലിം മാനേജ്മെന്റുകളുടെ സ്കൂളുകൾ ഒരൽപ്പം ക്വാളിറ്റി കുറഞ്ഞേക്കാം, ശരിയാണ്. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ കോംപ്രമൈസിന് ഞാൻ ഒരുക്കമല്ല, എന്നാൽ തന്നെയും ഈമാനിന്റെ വിഷയം വിദ്യാഭ്യാസത്തെക്കാളും വലുതാണ്.
നമ്മുടെ മക്കളുടെ അച്ചടക്കം ഇതിനേക്കാളും വലുതാണ്. അതിന്റെ പേരിൽ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാസർഗോഡ് പരിസരത്തിലെ രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾക്ക് തലമറക്കാൻ പാടില്ലെന്ന് പറയുന്ന, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കണ്ട. നിങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങളില്ല ഇവിടെ. ഒരു മനുഷ്യന്റെ ജീവിതമായി മാറുന്നതാണ് ഇൽമ്, സംസ്കാരമാണ് ഇൽമ്. 4 വർത്തമാനം പറയലല്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കിക്കോളൂ, അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചോളൂ. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് റളിയല്ലാഹു അൻഹ മരണമാസന്നമാകുന്ന നേരത്ത് കരഞ്ഞ ഒരു സമയമുണ്ട്. എന്തിനാണ് ആ കരഞ്ഞത്? പ്രിയപ്പെട്ട വാപ്പ, മോളെ നിങ്ങളാണ് എന്റെ മക്കളിൽ ആദ്യം മരിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോഴും ചിരിച്ച മഹതിയാണത്. അറിയില്ലേ ആ സംഭവം? നബി തങ്ങൾ വഫാത്താകുമ്പോൾ പ്രിയപ്പെട്ട മോളോട് സ്വകാര്യം പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വകാര്യം ആദ്യം പറഞ്ഞപ്പോ കരഞ്ഞുപോയി, രണ്ടാമത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ചിരിച്ചു. ആയിഷ ബീവി അരികത്തുണ്ട്. ബീവിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഞാൻ ഭാര്യയായ നബിയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ, അഹബ്ബുൻ നിസാഇ ഇലൈഹി, എല്ലാവരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്ന നബി എന്നോട് സ്വകാര്യം പറയാതെ പൊന്നുമോളോടോ സ്വകാര്യം പറയുന്നത് ആയിഷ ബീവിയെക്കാളും 2 വയസ്സിന് മുതിർന്നവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. മുത്തുനബി തങ്ങൾ സ്വകാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബീവി ചോദിച്ചു, ആയിഷ ബീവി, അല്ല ഫാത്തിമ, എന്താണ് മുത്തുനബി നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്? തങ്ങൾ വഫാത്താകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ഈ പറയുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കുൻതു ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം ഞാൻ പരസ്യപ്പെടുത്തുകയില്ല. നബിയുടെ സ്വകാര്യം ഞാൻ പരസ്യപ്പെടുത്തൂല. ഫലമ്മാ തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് ചോദിച്ചു, ഫാത്തിമ ഇനി പറഞ്ഞോളൂ, നബി തങ്ങൾ വഫാത്തായില്ലേ, അതുകൊണ്ട് ഇനി രഹസ്യത്തിന്റെ പ്രശ്നമില്ലല്ലോ. എന്തായിരുന്നു മുത്തുനബി നിങ്ങളോട് പറഞ്ഞത്? അപ്പ പറഞ്ഞു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതൊക്കെ ഒരു പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലേ? എന്താണ് ആ മഹത്വം? സ്വകാര്യം പറഞ്ഞു കൊടുക്കൂലെന്നാ. നമ്മുടെ പെണ്ണുങ്ങളും പറയും, സ്വകാര്യം ഇട്ടിട്ട് ഈ ആരോടും പറയണ്ട കേട്ടോ. അവള് 4 പറയും, എന്നോട് പറയണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി വാട്സപ്പിൽ ഒന്ന് ചോദിച്ചിട്ടുണ്ടേ. ഒരു സംഗതി പരക്കാൻ പിന്നെ ഒരു പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, ഈ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ നാട് മൊത്തം എത്തിക്കോളും. കോൺഫിഡൻഷ്യാലിറ്റി, സീക്രസി, പ്രൈവസി എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെയായി. സ്വകാര്യമാണ്. അതുകൊണ്ടാണ് ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സീക്രട്ട്, സ്വകാര്യം സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് സെക്രട്ടറി എന്ന് പറയാം. കമ്മിറ്റിയുടെ പല വിഷയങ്ങളും അയാൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ്. അയാൾ സെക്രട്ടറിയാണ്, അയാൾ അമീനാണ്, വിശ്വസിക്കപ്പെട്ട ആളാണ്. അറബിയിൽ പോലും സെക്രട്ടറിക്ക് അമീൻ എന്ന് പറയാം. അൽ അമീനുൽ ആം, ജനറൽ സെക്രട്ടറി. അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തൻ. സെക്രട്ടറി വിശ്വസ്തനാണ്. പറഞ്ഞാൽ ചില സ്വകാര്യങ്ങളാണ്. ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ വഫാത്തിന്റെ ശേഷമാണ് പിന്നെ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു ആ സ്വകാര്യമെന്ന്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ, اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്താണ് ആദ്യം കരഞ്ഞത്, എന്തിനാണ് ചിരിച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഉമ്മൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവായവരെ. ആയിഷ ബീവി വിളിക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉപ്പ അന്ന് എന്നോട് ആദ്യം പറഞ്ഞത്, മോളെ ഇത് ഉപ്പയുടെ ഈ ലോകത്തെ അവസാനത്തെ ദിവസമാണ്. ഉപ്പ മരിക്കും മോളെ. 63 വയസ്സല്ലേ നബിക്ക് ആയിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 90 കഴിഞ്ഞ് കിടക്കുന്നല്ലോ. 90-ാം വയസ്സിലല്ല നബി പറയുന്നത് ഞാൻ മരിക്കുന്നു. നമ്മൾ പറയാം ആയല്ലോ എന്ന് പറയും, നമ്മൾ സമയമായിട്ടുണ്ട്. 63 ആയിട്ടുള്ളൂ. ആരോഗ്യമുള്ള സമയമാണ്. നബിയുടെ ശരീരത്തിലും തലയിലും താടിയിലും ഒക്കെയായി 17 രോമേ നരച്ചിട്ടുള്ളൂ. 17. നബി ഞങ്ങൾക്കൊന്ന് കുടവയർ വന്നിട്ടില്ല.
ശരീരത്തിൽ ഒരസുഖമില്ല, ഒരു പനി വന്ന് വേറൊന്നുമില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, മോളെ ഉപ്പ ഇതിൽ മരിക്കാൻ പോവുകയാണ്. ഒരു അറബി പറയാം, കാര്യമായൊരു വിസണ്ട്, നാളെ പുറപ്പെടണം, നാളത്തെ രാവിലത്തെ ജെറ്റിന് ഉസ്താദിന്റെ കൂടെ തന്നെ പോരി, 9 മണിക്ക് മംഗലാപുരത്താണ് പോരി എന്ന് പറഞ്ഞാൽ റെഡി ഉണ്ടോ? പാസ്പോർട്ട് തന്നെ എടുത്തിട്ടില്ല, ഇപ്പൊ എന്താ കാട്ടുക? ആ രീതിയിലാണ് നമ്മൾ കിടക്കണത്. വിളിച്ചാൽ പോകണമെങ്കിൽ റെഡി ആവണ്ടേ? ഒരു ഡോക്യുമെന്റ് റെഡിയല്ല. അപ്പോഴാണ് നമുക്ക് ഭയങ്കര പേടി വരുന്നത്. ഒന്നും ആയിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി ഒരുക്കമാണ്, ഉപ്പാന്റെ അടുത്തേക്ക് വരല്ലേ. ബീവി ചിരിച്ചു റളിയല്ലാഹു അൻഹാ. തങ്ങൾ വഫാത്തായി 6 മാസത്തിനുള്ളിലാ 22 വയസ്സിൽ താഴെ പ്രായമുണ്ടായപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 60 വയസ്സിലല്ല ബീവി മരിക്കുന്നത്, 20s-ലാണ്, 20 ആയിട്ടുള്ളൂ. ബീവി പിന്നെ ചിരിച്ചതും കരഞ്ഞതും രണ്ടേ. അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയുണ്ട്, സിദ്ദീഖ് തങ്ങളുടെ ഭാര്യയായിരുന്ന അസ്മാഉ ബിൻതു ഉമൈസ്. സിദ്ദീഖ് തങ്ങൾക്ക് മകളുണ്ട്, അസ്മാഉ ബിൻതു അബീബക്കർ. സിദ്ദീഖ് തങ്ങൾ പിന്നീട് കല്യാണം കഴിച്ച ഒരു ഭാര്യയുണ്ട്, അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അവർ വീട്ടിലേക്ക് വന്നപ്പോ ബീവിയുടെ മുമ്പിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ട് കരയുകയാണ്. മഹാനായ ഇബ്നു അബ്ദുൽ ബർ തങ്ങൾ ഇസ്തിആബിൽ അവരുടെ കിതാബിൽ ഈ വിഷയം ഉദ്ധരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോ അസ്മാ ബിൻതു ഉമൈസ്, അസ്മാ ബീവി ചോദിച്ചു, ഫാത്തിമ ബീവി എന്തിനായി കരയുന്നത് എന്ന് ചോദിച്ചു. 20 വയസ്സുള്ളൂ, ആലോചിച്ച് നോക്കണം. എന്തിനാണ് ബീവി കരയുന്നത്? എപ്പോഴും മറയിലും അച്ചടക്കത്തിലും ജീവിച്ച മഹദിയാണിത്. മരണം ആസന്നമായപ്പോൾ എന്തിനാണ് ഫാത്തിമ ബീവി നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ അസ്മാ ബീവിയെ, ഇന്നി ഖദ് ഇസ്തഖ്ബഹ്തു മാ യുസ്നഉ ബിന്നിസാ, പെണ്ണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം കൊണ്ട് ജനങ്ങൾ കാണിക്കുന്നത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇന്നഹു ലയുത്റഹു അലാ ജസദിൽ മർഅതി الثوب ഫയസിഫു ഹജ്മ അഅളാഇഹാ ലികുല്ലി മൻ റആ. നോക്കണം സഹോദരിമാരെ, വളരെ ടൈറ്റ് ഫിറ്റുള്ള വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരൊന്ന് കേൾക്കണേ. നിങ്ങൾ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ സ്വർഗീയ വനിതകളുടെ നേതാവായി വരാൻ പോകുന്ന മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി മരിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ശരീരം കഫൻ ചെയ്യുമല്ലോ, ശരീരം വസ്ത്രം കൊണ്ട് പൊതിയുമല്ലോ. അങ്ങനെ പൊതിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു പലകയുടെ മുകളിലാണല്ലോ മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്നത്. മഖ്ബറയിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോ ഒരുപാട് ആണുങ്ങൾ ആ മയ്യത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ശരീരം റാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പൊതിയപ്പെട്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിന്റെ വണ്ണവും നീളവും പുരുഷന്മാർ കണ്ടുപോകുമല്ലോ, ഇതോർത്തെനിക്ക് വിഷമമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ മയ്യത്ത് കട്ടിലിൽ പോകുമ്പോ എന്നെ പൊതിയുമ്പോൾ അതിന്റെ ആകാരവും ശരീരത്തിന്റെ വലിപ്പവും എത്രയാണെന്ന് ആളുകൾ കാണുമല്ലോ, അതോർത്തെനിക്ക് മരിക്കുമ്പോൾ വിഷമമുണ്ട് അസ്മാ ബീവി എന്ന് മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോഴാണ് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി പരിചയമുള്ള അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഫാത്തിമ ബീവി അതിനൊരു പരിഹാരം ഞാൻ കാണിച്ചു തരാം. എത്യോപ്യക്കാർ, ആഫ്രിക്കക്കാർ അവരുടെ നാട്ടിൽ മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നത്, അവിടുത്തെ ആളുകൾ ചെയ്തിരുന്നത്, ഏതാൾ മരിച്ചാലും ജാതിയും മതവും നോക്കാതെ അവര് കൊണ്ടുപോകുന്നൊരു മയ്യത്ത് കട്ടിൽ എന്റെ കണ്ണിൽ കണ്ടത് 10 വർഷങ്ങൾക്ക് മുമ്പ്, ഹിജ്റ വരുന്നതിന്റെയും 10 കൊല്ലം മുമ്പ്. ഇപ്പൊ എത്രകാലം വർഷമായി, ഇത്രയേറെ കാലം കഴിഞ്ഞു. അവിടെയാണ് ആ പരിഷ്കാരം ഞാൻ ആദ്യം കണ്ടത്. മയ്യത്ത് കട്ടിലിന്റെ സൈഡിൽ പലകകൾ വെച്ച്, കാൽഭാഗത്തും തലഭാഗത്തും പലകയിൽ മറച്ചു വെച്ച് ഒരു പെട്ടി പോലെയാക്കി അത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്നത് ഞാൻ എത്യോപ്യയിൽ കണ്ടിട്ടുണ്ട്. ഫാത്തിമ ബീവി, അങ്ങനെ നിങ്ങളെ കൊണ്ടുപോയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ മയ്യത്ത് കട്ടിലുകളുടെ ആദ്യത്തെ പുരാതനമായ ആദ്യത്തെ രൂപം, ഈ കാണുന്ന മയ്യത്ത് കട്ടിലിന്റെ ആദ്യത്തെ രൂപം
ആ കട്ടിലിൽ കടന്ന് ജനാസ പോയ മോളാണ് മുത്ത് റസൂലിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതാണ് നമ്മൾ ഇന്നും തുടരുന്നത്. അങ്ങനത്തെ കട്ടിലായിരുന്നില്ല ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്, പലകയായിരുന്നു. അതിലിങ്ങനെ കടത്തിയാൽ ഒരു പെണ്ണിന്റെ ശരീരം ആണുങ്ങൾ കാണുമല്ലോ എന്ന് പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴാണ് ഈ തപ്പനയുടെ 4 പലകകൾ കൊണ്ടുവന്ന് അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ ബീവിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. ഫാത്തിമ ബീവി, ഇങ്ങനെ ഒരു പലക, ഇങ്ങനെ ഈ ഭാഗത്ത് 2 പീസ് വെച്ച് അടിയിലുമായി പിന്നെ തോൾ പിടിക്കുന്ന അത് ഇങ്ങനെ മതിയോ? റളിതു ബിഹി, എനിക്കത് മതി എന്ന് പറഞ്ഞ് ഫഖറത് ഐനുഹാ, ബീവിക്ക് സന്തോഷമായി. വാപ്പ മരിച്ചതിന്റെ ശേഷം അവസാനമായി ഈ പൊന്നുമോളൊന്ന് ചിരിച്ചത് തന്റെ മയ്യത്ത് കട്ടിൽ മറവുള്ള സൈഡിൽ മറവുള്ളതാണ് എന്ന് കണ്ടപ്പോഴാണ്. ഫതബസ്സമത്, ബീവി റളിയല്ലാഹു അൻഹ അവസാനമായി ഉപ്പയുടെ മരണശേഷം ചിരിച്ചു കണ്ടത് ഈ മയ്യത്ത് കട്ടിലിന്റെ രൂപം കണ്ടപ്പോഴാണെന്ന് മഹദി അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. ജീവിച്ചിരിക്കുമ്പോൾ തോന്നിയ വസ്ത്രമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ പറയുന്നവരാണ്. നമ്മുടെ വസ്ത്രവിധാനത്തിന്റെ ലക്ഷ്യം പുരുഷന്മാരെ ആകർഷിക്കലാണോ, ഒരു കമന്റടി കിട്ടലാണോ, 4 ആള് നോക്കലാണോ, അവരെന്നെ തേടി വരണമെന്ന് ആഗ്രഹിക്കലാണോ? ഹിഷ്മത്ത് എന്ന് പറയുന്ന ചാരിത്രശുദ്ധിയും അഭിമാന ബോധവും എന്ന് പറയുന്ന ആ ഒരു നല്ല കാര്യം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന മുത്ത് നബിയുടെ പൊന്നുമോൾ മരിച്ചു പോകുന്ന നേരത്ത് മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നതിനെ സംബന്ധിച്ചാണ് ചിന്തിച്ചു പോയത്. അതെത്ര അപൽക്കരമാണ്, ആളുകൾ നോക്കിപ്പോവില്ലേ എന്ന്. രക്ഷിതാക്കളെ, തങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കൾ ആലോചിക്കണം. അതിന്റെ കൂട്ടത്തിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നവരോടൊരു ചെറിയ അപേക്ഷയുണ്ട്. വസ്ത്രം വിൽക്കുന്നവരോട്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വസ്ത്രം വിൽക്കുന്നത്, ഗുജറാത്തിലോ സൂറത്തിലോ പോയാൽ, ചെന്നൈയിലോ ബോംബെയിലോ കോയമ്പത്തൂരിന്നോ ഇഷ്ടം പോലെ വസ്ത്രം മേടിച്ചു കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്ത് വിൽക്കുന്ന എന്റെ കച്ചവടക്കാർ, അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഒരു കാര്യം അതിന്റെ കൂട്ടത്തിൽ പറയുന്നു, നമ്മുടെ മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് ഇടാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും തെളിഞ്ഞു കാണുന്നത്, ശരീരത്തിൽ ടൈറ്റ് ഫിറ്റായി കിടക്കുന്നത്, അത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ വിൽപ്പന ചെയ്യലിൻ. ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഒരാൾ വന്ന് വാങ്ങിച്ചു പോകുന്നു, ശരിയാണ്, പക്ഷേ ആ സാധനം അവിടെ അവൈലബിൾ ആയി നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു കുറ്റമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീൻസ് വസ്ത്രം വരാറുണ്ട്, ജീൻസിന്റെ ട്രൗസർ വരാറുണ്ട്, പാൻസ് വരാറുണ്ട്, കീറിയത് 200 കൊല്ലം പഴക്കമുള്ളതാന്ന് തോന്നിപ്പോകും. സംഗതി ബ്രാൻഡ് ന്യൂ ആണ്. മുട്ടിന്റെ മുകളിൽ കീറൽ, കാലിന്റെ തൈഭാഗത്ത് കീറൽ, ഔറത്ത് മറയാതെ നിസ്കരിക്കാൻ പറ്റാത്ത വസ്ത്രമല്ലേ അത്? നിസ്കരിക്കാൻ പറ്റുമോ? നമ്മുടെ ചെറുപ്പക്കാർ അതിട്ടാ നടക്കുന്നത്. എന്റെ മുസ്ലിമീങ്ങളായ ടെക്സ്റ്റൈൽസ് മുതലാളിമാരോട് പറയുന്നു, നിങ്ങളിതൊന്നും വിൽക്കല്ലിൻ, നിങ്ങളിത് വിൽക്കല്ലിൻ. ആ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുവിൻ. നമ്മുടെ പെൺകുട്ടികൾക്ക് ചാരിത്രശുദ്ധിയില്ലാത്ത വസ്ത്രം നിങ്ങൾ വിൽപ്പന നടത്തല്ലിൻ. ആരൊക്കെയോ ചെയ്തോളും, അക്കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരിക്കലും ലാഭം നഷ്ടപ്പെടുന്നവരല്ല, നഷ്ടം സംഭവിക്കുന്നവരല്ല. നിങ്ങൾ ലാഭം കൊയ്യുന്നവരാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും ഉണ്ടാകും, ബറക്കത്തുണ്ടാകും കച്ചവടത്തിൽ. അതുകൊണ്ട് പാപ്പമാർ മക്കൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവിൻ. പിടിച്ചു പറിച്ചു, തട്ടിക്കൊണ്ടുപോയി, ചാടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പിന്നീട് തലയിൽ കൈവച്ച് കരയുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കലാണ്, ഈ വഴികൾ നമ്മൾ ആലോചിക്കലാണ്. ഏറ്റവും നല്ല അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച് നടക്കേണ്ടവരാണല്ലോ മുസ്ലിമത്തുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും. ഷോപ്പിംഗ് മാളുകൾ എമ്പാടുമുണ്ട്. ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കയറിയിറങ്ങുന്നവരാണ് നമ്മുടെ അങ്ങാടികളിലൂടെ. ഷോപ്പിംഗ് ഒരു ആനന്ദമാക്കി മാറ്റുന്നവർ. ഇഷ്ടംപോലെ കാശ് ഭർത്താക്കന്മാർ അയച്ചു കൊടുക്കുന്നു, ബാപ്പ അയച്ചു കൊടുക്കുന്നു, ഭർത്താവിന്റെ വക വേറെ, ആങ്ങളുടെ വകയെന്ന് വേറെ. ഇതൊക്കെ കൊണ്ട് നമ്മുടെ അങ്ങാടികളിലൂടെ, നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അല്ലാതിടങ്ങളിലും ഇഷ്ടം പോലെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ചു നടക്കുന്ന എന്റെ പെങ്ങന്മാരെ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം നടക്കുന്നു. അന്ന് മാർക്കറ്റ് ഭരിക്കുന്നത് ജൂതന്മാരാണ്. ആ ജൂതന്മാരിൽപ്പെട്ട ഒരു നെയ്ത്തുകാരന്റെ, ടെക്സ്റ്റൈൽസുകാരൻ നമ്മൾ ഇപ്പൊ പറയും, അന്ന് നെയ്ത്തുകാരെന്നാ പറയാ. വസ്ത്രം മാനുഫാക്ചർ ചെയ്യുന്ന ആൾ,
ഡിസൈൻ ചെയ്തെടുക്കുന്ന ആൾ, അതിനെ കളർ പൂശുന്ന ആൾ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വബാഗായ ഒരു ജൂതൻ, അവരുടെ മുമ്പിലേക്ക് ഒരു മുസ്ലിമച്ചായ പെണ്ണ് വന്നു. ആലോചിക്കണം, ഹിജാബ് ധരിച്ച ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണെടുത്ത് നോക്കാൻ ധൈര്യം വരില്ല. അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ചൊരു പെണ്ണിനെ ആരും ശല്യപ്പെടുത്താൻ പോവില്ലല്ലോ. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു സഹോദരി വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ആ ജൂതന്റെ കടയിലേക്ക് ചെന്നപ്പോ ജൂതൻ ഇത് കണ്ടിട്ട് പിടിച്ചില്ല. ഇവൾ എന്തിനാ ഇങ്ങനെ ശരീരം മറച്ചു പിടിക്കുന്നത്? മദീനയിലെ അൻസ്വാരികളായ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുണ്ടവിടെ. ഇവരുടെ സൗന്ദര്യം കാണണമെന്ന് ഈ ടെക്സ്റ്റൈൽസുകാരന് മോഹം. നമ്മൾ ഇന്നീ കഥയൊക്കെ പറയും. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഈ സമൂഹത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾക്ക് സാമ്പിളുകൾ അള്ളാഹു കാണിച്ചു തന്നിട്ടാ പോയത്. അതാണ് വലിയ അത്ഭുതം. ഇന്ന് നമ്മൾ ഇതിനൊക്കെ എക്സാമ്പിളുകൾ ഹദീസിൽ സംഭവിച്ചത് കാണാൻ കഴിയും. ആ കാലഘട്ടത്ത് നടക്കാൻ പോകുന്ന ലോകത്തിന്റെ സർവ്വ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം മുത്തുനബി കാണിച്ചു തന്നിട്ടാ പോയത്. ആ പെണ്ണിന്റെ സൗന്ദര്യം കാണണമെന്ന് ഈ ഷോപ്പുടമക്ക് വല്ലാത്തൊരാഗ്രഹം. സഹോദരന്മാരോട് സാന്ദർഭികമായി പറയട്ടെ, കച്ചവടം ചെയ്യുന്നവർ പല രാജ്യക്കാരും വരുമല്ലോ, സ്ട്രീറ്റിലൂടെ, അങ്ങനെ നൈഫ് സ്ട്രീറ്റിലൂടെ വരും. പല സാധനങ്ങളും മേടിക്കാൻ സ്കേർട്ട് ധരിച്ചു വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും. വസ്ത്രം പകുതിയും പകുതിക്ക് താഴെയും അങ്ങനെയൊക്കെ ധരിച്ചവരും ധരിക്കാത്തവരും ഒക്കെ നടക്കും. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ചിത്രം. കാസർഗോട്ടുകാരായ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ മലയാള ആക്സെന്റ് ഉള്ള ചെറുപ്പക്കാർ ഒരു പെണ്ണെന്ന് വന്നപ്പോ അവൾക്ക് എന്തോ സാധനം മേടിക്കാനുണ്ട്. അവരറിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. എനിക്ക് തോന്നുന്നു 10 വർഷം എങ്ങാനും കഴിഞ്ഞിരിക്കണം. ചെറുപ്പക്കാരൻ പറയാൻ, എടോ സ്റ്റൂള് വെച്ചു കൊടുക്ക്, ഇരുന്നോട്ടെ. പച്ച ഔറത്ത് നോക്കാനേ അവൾ ഇരുന്നോട്ടെ. ഇവൾ ആകെ മുട്ടിന്റെ താഴേക്ക് വസ്ത്രം തന്നെ ഇല്ല, സ്കേർട്ട് ധരിച്ചു വന്നിരിക്കാൻ. റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാണ് ഇവൻ. ഒരു ചുമരിന്റെ സൈഡിലാണ്, 2 സൈഡിലും ഹാങ് ചെയ്ത ഡ്രസ്സുകളാണ് അവന്റെ സ്ഥാപനം. ഒരു ഷട്ടർ പോലും അല്ല, അത് വഴിയാണ്. ഇവൻ പറയാൻ, എടോ നീ സ്റ്റൂള് വെച്ചു കൊടുക്കൂ, ഇരുന്നോട്ടെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ പോയി നമ്മുടെ നാണവും ലജ്ജയുമൊക്കെ. കസ്റ്റമറായി വരുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? പിശാചിന്റെ കൊതിയുള്ള ഈ വാക്കുകളാണോ നമ്മൾ പറയേണ്ടത്? മനുഷ്യൻ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരിക്കാം. പല രാജ്യക്കാർ നടക്കുന്ന ഭൂമിയാണ്. എന്നാലും നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ടതല്ലേ? എന്താണ് ഇതൊക്കെ? ടെക്സ്റ്റൈൽസുകളിൽ അളവെടുക്കുന്നത് പെണ്ണുങ്ങൾക്ക്, അളവെടുക്കുന്നത് പുരുഷന്മാർ. എന്നിട്ട് സിനിമ ഇറക്കി അല്ലേ? പെണ്ണുങ്ങളുടെ ശരീരം അളവെടുക്കുന്നത് പുരുഷൻ ചെയ്താൽ കുഴപ്പമില്ല, ഒരു ടൈലറായിട്ട് അഭിനയിക്കുക, സൂപ്പർ സ്റ്റാർ, തോന്നിവാസം പഠിപ്പിക്കാൻ. അത് കുഴപ്പമില്ല, സാരമില്ല എന്ന് നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ. അളവെടുക്കാൻ നിന്നു കൊടുക്കുന്ന പെണ്ണ്, അവരുടെ ശരീരത്തിന്റെ മെഷർ ചെയ്യുന്നത് ആര്? ഏതോ ഒരു അന്യപുരുഷൻ. ടെക്സ്റ്റൈൽസുകളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഫാൻസി കടകളിലേക്ക് വരുന്നത് ചെറുക്കന്മാർ, ചെറുപ്പക്കാരായ കുട്ടികളാണ് ഷോപ്പിൽ നിൽക്കുന്നവരെ മനസ്സിലാക്കുക. ഒരു കച്ചവടം നടക്കാൻ ആവശ്യമായ, ഒരു കച്ചവടം നടത്തുമ്പോഴുള്ള പൈസ വാങ്ങിക്കുന്നത്, കൊടുക്കുന്നത്, ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ അതിന്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നത്, അത്യാവശ്യമായ സംസാരങ്ങളല്ലാതെ മറ്റു വർത്തമാനങ്ങൾ പറയൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. കണ്ണുകൾ സൂക്ഷിക്കേണ്ടവരാണ്. നിരന്തരമായ സമ്പർക്കം മൊബൈൽ ഫോണിന്റെ കൈമാറ്റത്തിലൂടെ വരും. അത് വാട്സപ്പ് അക്കൗണ്ടിലേക്ക് കയറിക്കൂടും, അത് പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. അങ്ങനെ നിരന്തരമായ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളായി വരുന്നു. ഇവളോ കല്യാണം കഴിഞ്ഞു പോയവൾ, അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഒന്നും ഇവന് നഷ്ടപ്പെടാനില്ല. ഈ പെണ്ണിനെ പ്രലോഭിച്ചു കൊണ്ടുപോകുന്നത് ഇങ്ങനെ തുടങ്ങുന്ന ബന്ധങ്ങളല്ലേ? ഓട്ടോറിക്ഷ ഡ്രൈവർമാര് വളരെ നല്ല അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാണ്. മെസ്സി എന്നപ്പോ ഞങ്ങൾ പറയല്, എവിടെന്നാ കട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, മുമ്പിൽ കുടുങ്ങിയാലേ. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ മെസ്സിയാ പോണെന്ന് ശ്രദ്ധിക്കാണ്. മെസ്സി കയറി വരുന്നുണ്ട്, റോട്ടിൽ വണ്ടി ഉണ്ടോന്ന്, ഏത് മുക്കുന്നു പോകുന്നു, മെയിൻ റോട്ട് കുറച്ച് ഇറക്കാം, വരുന്നോ നിന്നോക്കെ, ഞാൻ പോവാണ്. ഇതാണ് ഏർപ്പാട്. ദയവ് ചെയ്ത് ജീവൻ വെച്ച് കളിക്കല്ലേ, ദയവ് ചെയ്തിട്ട് ജീവൻ വെച്ച് കളിക്കല്ലേ ഈ മെസ്സിക്കളി, ഓട്ടോറിക്ഷക്കാർ, ദയവ് ചെയ്തിട്ട്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാ നിങ്ങൾ. നിങ്ങളുടെ ആ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ, ആമീൻ. പക്ഷേ എത്രയോ കുടുംബങ്ങൾക്ക്, പുരുഷന്മാർ, വീടുകളില്ലാത്ത പെണ്ണുങ്ങൾക്ക് ആശുപത്രിയിൽ പോവാൻ, അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ വിളിക്കപ്പെടുന്നവരാണ്. ഒരു വീടിന്റെ സ്വകാര്യതകൾ നിങ്ങൾക്കറിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കും.
അത്തരം ബന്ധങ്ങൾ മുതലെടുത്ത് സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെ അല്ലാത്തവരെയും പ്രലോഭിപ്പിക്കുകയോ ചാടിച്ചു കൊണ്ടുപോവുകയോ അവരെ നിങ്ങൾ വശംവദരാക്കുകയോ ചെയ്യുന്ന ഏർപ്പാടുകൾ നിർത്തിവെക്കണേ, ഹറാമാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിർത്തിവെക്കണമേ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ വാഹനത്തിൽ കയറുന്ന ഒരു നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ അത്യാവശ്യമായ വാക്കുകളല്ലാതെ അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ലല്ലോ. നാട്ടുകഥകളും ഭർത്താവിന്റെ കഥകളും ജോലിയും ദുബൈക്ക് പോയ കഥയും ഇനി എന്നാ വരുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ജോലിയിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. ഇത്തഖുല്ലാഹ്. ഓരോ വെള്ളിയാഴ്ചയും മിമ്പറിൽ കിടന്ന് ഖതീബുമാർ വിളിച്ചു പറയുന്നില്ലേ, യാ അയ്യുഹന്നാസു ഇത്തഖുല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നത് നമ്മളോട് എല്ലാവരോടുമാണ്, എല്ലാ ജോലി ചെയ്യുന്നവരോടുമാണ്, ഉസ്താദുമാരോടടക്കമാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹിഫ്ള് പഠിച്ചിരുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുത്തിരുന്ന 60 വയസ്സുള്ള ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ടുവന്ന് പറഞ്ഞു, പണ്ഡിതനെ, നിങ്ങൾ ആലിമാണ്, നിങ്ങൾ ഉസ്താദാണ്, ഹിഫ്ള് പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷേ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടിയെ ഒറ്റക്ക് റൂമിലിരുത്തി ഖുർആൻ പഠിപ്പിക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. ഖുർആനെ പഠിപ്പിക്കുന്നത് ശരി തന്നെയാണ്. നിങ്ങളും ഒരു അന്യപ്പെണ്ണും ഒറ്റക്കാവുന്ന സ്ഥലത്ത് പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ്. വാതിലടച്ച് നീ ട്യൂഷൻ എടുക്കണ്ട, നിങ്ങൾക്കത് ഹറാമാണ്. ആർക്ക്? പണ്ഡിതന്മാർക്ക്, ഉസ്താദുമാർക്ക്, മുഅല്ലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക്. വീടുകളിൽ കയറിയിറങ്ങുന്ന എത്രയെത്ര കഥകളുണ്ട് പറയാൻ നമുക്ക് പാടില്ലാത്തത്, അത്രയും മോശപ്പെട്ട സംഭവങ്ങൾ. പിശാച് എല്ലാവരുടെ കൂടെയില്ലേ? പിശാച് എല്ലായിടത്തുമില്ലേ? വമാ ഖലാ ഇസ്നാനി ഇല്ലാ കാന സാലിസുഹുമ ശൈത്വാൻ. രണ്ടുപേർ ഒരുമിച്ചിരുന്നാൽ മൂന്നാമത്തേത് അവിടെ പിശാചുണ്ടെന്ന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷൻ ഒരു അന്യ പെണ്ണിന്റെ കൂടെയായാൽ മൂന്നാമനായി അവന്റെ കൂടെ പിശാചുണ്ടെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുതലോടെ സൂക്ഷിച്ചോളൂ, കരുതലോടെ ജീവിച്ചോളൂ. ഉസ്താദിനെ മന്ത്രിച്ചൂതാനെന്ന് പറഞ്ഞ് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഉസ്താദിനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ? ഹറാമാണ്, ചെയ്യാൻ പാടില്ല, പാടുള്ളതല്ല. ഒരു പണ്ഡിതൻ അത്തരം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ, അന്യരായൊരു കുട്ടിയെ തൊടാനോ സ്പർശിക്കാനോ മന്ത്രിച്ചൂതി തലയിൽ തൊട്ടുകൊടുക്കാനോ പാടുണ്ടോ? ഇല്ല, പാടുള്ളതല്ല. ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടറാണ്, സർജറി ചെയ്യുന്ന ഡോക്ടറാണ്. അയാൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സ്ത്രീ ശരീരത്തിൽ തൊടേണ്ടി വന്നേക്കും. എന്നാൽ ഒരു പണ്ഡിതന്റെ മുമ്പിൽ ചെയ്യുന്ന റുഖ്യ അതുപോലെയാണോ? അല്ലല്ലോ. കാണാൻ പാടില്ലാത്തത്. പണ്ഡിതന്റെ നിയമം ഒരുപോലെയാണ്, സാധാരണക്കാരന്റെ നിയമം ഒരുപോലെയാണ്. മദ്രസയിലെ സ്വദറിന്റെ നിയമം ഒന്നാണ്, സാധാരണക്കാരന്റെ നിയമം ഒന്നാണ്. ഓട്ടോറിക്ഷക്കാരന്റെ നിയമം എന്താണോ അത് തന്നെയാണ് ആലിമുൽ അല്ലാമയുടെ നിയമം. അള്ളാഹുവിന്റെ ശറഅാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. അച്ചടക്കത്തോടുകൂടെ നമ്മുടെ മക്കൾക്ക് 21ാം നൂറ്റാണ്ടിൽ ജീവിച്ച് സ്വർഗം കിട്ടണമെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും, എളുപ്പമല്ല. 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിശാചിന്റെ സാഹചര്യമാണ് ചുറ്റും. മുത്തുനബിയുടെ കാലത്ത് ജൂതന്റെ കച്ചവട സ്ഥാപനത്തിൽ പോയ പെണ്ണിന്റെ കഥയാണ് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. ആ പെണ്ണിന്റെ വസ്ത്രവിധാനം കണ്ട് ഈ ജൂതനിച്ചിരി ഒരു മുഷിപ്പ്, വെളന്താ ഇങ്ങനെ ശരീരം മറച്ചിരിക്കുന്നത്, അവരുടെ കൈത്തണ്ടയൊന്ന് കാണണമല്ലോ, അവരുടെ കാലിലെ പാദസരം ഒന്ന് കാണണം, അവരുടെ മുഖസൗന്ദര്യം ഒന്ന് കാണണമല്ലോ. അവൾ അവിടെ ഇരിക്കുമ്പോ ഇയാൾ എന്തു ചെയ്തു? ആ പെണ്ണിന്റെ ശരീരത്തിന്റെ, അവൾ തലമറച്ചിരുന്ന മേൽവസ്ത്രം, ആ തലമറച്ച മക്കനയുടെ അറ്റവും പെണ്ണിന്റെ പർദ്ദയുടെ അറ്റവും പിടിച്ചൊന്ന് കെട്ടിക്കൊടുത്തു. പെണ്ണറിയാതെ അവർ ഇരിക്കുമ്പോ ബാക്കിൽ വന്നവന്റെ കൂട്ടുകാരൻ ഇങ്ങനൊരു പണി ചെയ്തു കൊടുത്തു. അവളുടെ തലമക്കനയുടെ അറ്റവും പർദ്ദയുടെ അടിഭാഗവും. ഇവര് എഴുന്നേറ്റ് നിൽക്കുമ്പോ വസ്ത്രം പൊങ്ങിക്കണ്ടു. ഇത് കണ്ടിട്ട് അവർ ആസ്വദിച്ചു. ആ പെണ്ണവിടുന്ന് സഹായം വിളിച്ച് ഉറക്കെ നിലവിളിച്ചു, എന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഔറത്ത് വെളിവായിരിക്കുന്നു, തന്റെ വസ്ത്രം മേലോട്ട് പൊന്തിയിരിക്കുന്നു, കെട്ടിവെച്ചു കൊടുത്തതാണ്, ഒരു തമാശ കളിച്ചതാണ്. ആ സമയത്ത് മുഅ്മിനായ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നുകൊണ്ട് ഈ ജൂതനെ കഥ കഴിച്ചു. ആ നേരത്ത് അഭിമാനബോധമായിരുന്നു അത്. ഒരു മുസ്ലിമച്ചായ പെണ്ണിനെ അപമാനിക്കുകയോ, മുസ്ലിമച്ചായ പെണ്ണിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? അവരുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കാനോ നിങ്ങൾ ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിലാ പറഞ്ഞത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീം. സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾക്കിടയിൽ, ആണുങ്ങൾക്കിടയിൽ
ആഭാസമുള്ളത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. മോശപ്പെട്ട മെസ്സേജുകൾ വിടുന്നത്, മോശപ്പെട്ട ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നത്, ആണുങ്ങളെ സംബന്ധിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറയുന്നത്, ഏതെങ്കിലും വൈകാരികമായ ഒരു മെസ്സേജ് കൊടുക്കുന്നത്, മനുഷ്യന്റെ സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ കൈമാറുന്നത്, ആരത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നല്ല പറഞ്ഞാൽ അത് ചെയ്യുന്നവരുടെ ശിക്ഷ എത്രയാണ്? അത് ഇഷ്ടപ്പെടുന്നവർക്കാ ഖുർആൻ പറഞ്ഞത്. അതിനൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവർ, അതൊരു ക്ലിപ്പല്ലേ എന്ന് പറയുന്നത്, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അങ്ങനെ വന്നാൽ അത് ഫോർവേഡ് ചെയ്യുന്നവന്റെ ശിക്ഷ എത്രയാണ്? മഹാനായ നബി തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിയാണ് ആ ജൂതനെ വകവരുത്തിയത്. അപ്പോഴേക്കും ജൂതന്മാർ ഒരുമിച്ചുകൂടി പ്രശ്നമാക്കി. ഈ മുസ്ലിമിനെ അവരും വകവരുത്തി. മുത്തുനബി ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജൂത കുടുംബത്തെ, അത് ചെയ്ത ആളുകളെ മദീനയിൽ നിന്ന് എക്സ്പൾഷൻ ചെയ്യണം, അവരെ മദീനയിൽ നാട് കടത്തണമെന്ന് നബി തങ്ങൾ തീരുമാനിച്ചു. കാരണം അൽഹദുല്ലദീ ബൈനനാ വബൈനഹും, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിലുള്ള കരാർ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തെ അവർ ആദരിക്കണം. ജൂതന്മാരുടെ ആചാരത്തെ, അവരുടെ ആദർശത്തെ മുസ്ലിമീങ്ങളും വ്രണപ്പെടുത്തില്ല. മുസ്ലിമീങ്ങൾ അപമാനിക്കുന്ന ജൂതന്മാർ ചെയ്തുകൂടാ, ജൂതന്മാരെ അപമാനിക്കുന്ന മുസ്ലിമീങ്ങളും ചെയ്യില്ല. ഈ കരാർ നിലവിലുണ്ടായിരിക്കുകയാണ് ഈ പെണ്ണിന്റെ വസ്ത്രം മേലേട്ട് പിടിച്ച് ആ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു പണി ആ കച്ചവടക്കാരൻ ചെയ്തത്. മദീനയിൽ പ്രക്ഷുബ്ധമായല്ലോ. ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ആ വിഷയം. എന്താണ് ആ കാര്യം എന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ അച്ചടക്കത്തോട് യോജിക്കാത്തൊരു വിഷയമാണ് അവിടെ നടന്നത്. ഒരു യുദ്ധം നടക്കാറായത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ച മനോഭാവത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആ യുദ്ധ നടപടികൾ നിർത്തിവെച്ചത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ അള്ളാഹുവിന്റെ നബിയുടെ ഇടപെടലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം നടക്കുമാറാകുമായിരുന്നു. സ്വാലിഹത്തുകളായ പെണ്ണുങ്ങൾക്ക് അച്ചടക്കത്തോടുകൂടെ ജീവിക്കാൻ നമ്മുടെ നാടുകളിൽ സൗകര്യം വേണം. നമ്മുടെ കോളേജ് ക്യാമ്പസുകളുടെ മുമ്പിൽ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്ന, അവരെ യാത്ര ചെയ്യുന്ന, അവരെ ഇടപെടുന്ന ഇടങ്ങളിൽ അവർക്ക് സംരക്ഷണം വേണം. കടുകക്കണ്ണുകൾ അവരുടെ ദേഹത്തേക്ക് പതിയരുത്. النظر سهم مسموم من سهام إبليس, കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണിന്റെ നോട്ടം പിശാചിന്റെ പോയിസണിൽ മുക്കിയ അസ്ത്രം പോലെയാണ്. അമ്പേറിന്റെ കുത്തുകൊണ്ടല്ല മരിക്കുന്നത്, അമ്പിന്റെ തലയിൽ പുരട്ടിയിട്ടുള്ള വിഷം കൊണ്ട്. അങ്ങനത്തെ വിഷലിപ്തമായ അസ്ത്രമാണ് ഒരാൾ ഹറാമിലേക്ക് നോക്കുന്നത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണേ. വിശുദ്ധ ഖുർആൻ കണ്ണ് ചിമ്മണം എന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. ഉമർ തങ്ങളോടായി പറയുന്നത്, അലി തങ്ങളോടായി പറയുന്നത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മാലാഖമാർ പോലും നാണിച്ചു പോകുന്ന ലജ്ജയുള്ള മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരോട് ഖുർആൻ പറയുന്നത് നോക്കണേ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും മനസ്സിലാക്കണേ, ആരോട്? നബിയുടെ ഭാര്യമാരോട്. നബിതങ്ങൾ ഇല്ലാത്ത നേരത്ത് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ ആ പെണ്ണുങ്ങളോട് നിങ്ങൾ ഡയറക്റ്റായി ചോദിക്കാൻ പാടുള്ളതല്ല. ആരോട്? നബിയുടെ സുഹൃത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയുടെ വീട്ടിൽ സിദ്ദീഖ് തങ്ങളുടെ നിയമം ഇതാണ്. പിന്നെ എങ്ങനെ വീട്ടിലെ ഡ്രൈവർ അടുക്കളയിലേക്ക് ഓടിച്ചെല്ലുന്നത്? പിന്നെ എങ്ങനെ അമ്മായിയുടെ മകൻ ചെന്ന് അന്യ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്നത്? എന്റെ മൂത്തമ്മയുടെ മകളാ, നിന്റെ മൂത്തമ്മയുടെ മകളോ, നിന്റെ എളാമ്മയുടെ മകളോ, നിന്റെ അമ്മാവന്റെ മകളോ നിനക്ക് വിവാഹം ചെയ്യൽ അനുവദിക്കപ്പെട്ടവരല്ലേ? അവർക്ക് അന്യ പെണ്ണുങ്ങളെ പോലെ കാണേണ്ടവരാണ്. നമ്മൾ നാടിൽ നടക്കുന്ന എത്രയോ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പറയാൻ പോവുകയല്ല. അതൊക്കെ നിങ്ങൾക്കറിയും, എനിക്കറിയാം. എത്രയോ അടക്കിപ്പിടിച്ച പരസ്യമായ രഹസ്യങ്ങൾ നമ്മുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഗൾഫുകാരുടെ വീടുകളെ ടാർഗറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയുമില്ലാതെ കിട്ടിയ കാശ് കൊണ്ട് ജീവിക്കുകയും നാട്ടിലുള്ള സൽക്കാരം മുഴുവനും ചെന്ന് വിഴുങ്ങുകയും ചെയ്ത് ഒരു പണിയുമില്ലാതെ ആഭാസവും തോന്നിവാസവും മാത്രം ചെയ്യാൻ പുറപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാര് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയുമല്ലോ. എന്തിനാണ് നമ്മൾ പല്ലിൽ കുത്തി മണക്കുന്നത്? നമുക്കത് വിഷമമുണ്ട്. നടക്കാൻ പാടില്ലാത്തത് വിശുദ്ധ ഖുർആൻ ഇപ്പറയുന്ന ആയത്ത് ആരോടാ പറയുന്നത്? വഇദാ സഅൽതുമൂഹുന്ന മതാഅ. നബിയുടെ ഭാര്യമാർ, മുത്ത് നബിയുടെ ഭാര്യമാർ ആരാണെന്നറിയുമോ? അത്വയ്യിബൂന ലിത്വയ്യിബാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീൻ. മുത്ത് നബിയെ പോലെ സംശുദ്ധരെയല്ലാതെ നബിക്ക് ഭാര്യമാരായി അള്ളാഹു കൊടുക്കുകയില്ലല്ലോ. അവര് വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരല്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നവർ പോലുമല്ല. നബിയെ പോലെ ഹബീബിന് ശുദ്ധിയുണ്ടെങ്കിൽ അത്തരം ശുദ്ധിയുള്ളവരല്ലാതെ ശുദ്ധിയുള്ളവർക്ക് അല്ലാഹു കൊടുക്കില്ലല്ലോ. ആ നബിയുടെ ഭാര്യമാരോട് സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, സൽമാനുൽ ഫാരിസി എന്നവരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ, അനസ് ഇബ്നു മാലിക് എന്നവരെ, നിങ്ങൾ എന്റെ ഹബീബില്ലാത്ത നേരത്ത് വീട്ടിലേക്ക് ചെന്നാൽ അവരോട് വല്ലതും ചോദിക്കേണ്ടി വരുമ്പോ മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ പിന്നിൽ നിന്നല്ലാതെ ഡയറക്റ്റ് കൊടുക്കുകയും വാങ്ങുകയും വേണ്ട. അങ്ങാടിയിൽ കച്ചവടക്കാരന് പൈസ കൈമാറുമ്പോൾ കൈ തൊട്ടുരുമ്മി കൊടുക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. കൈകളിൽ ഉരസാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, സെയിൽസ്മാൻമാർ, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഒരല്പനേരത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു രസത്തിന് പകരം എന്നേക്കുമുള്ള അള്ളാഹുവിന്റെ സ്വർഗം നഷ്ടപ്പെടുത്തണോ? അന്യൊരു പെണ്ണിന്റെ കൈതൊട്ട് കിട്ടുന്ന ഈ ഒരു ആനന്ദത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം നഷ്ടപ്പെടുത്തണോ? ആലോചിക്കൻ. മുത്തുനബിയുടെ കറകളഞ്ഞ മുത്തുകളായ സ്വഹാബികളോടാ ഖുർആൻ പറയുന്നത്. എന്റെ നബിയുടെ ഭാര്യമാരോടാണെങ്കിൽ പോലും ഡയറക്റ്റ് അവരെ കാണണ്ട, നിങ്ങൾ അവരോട് ചോദിക്കണ്ട. ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ മറവിൽ നിന്ന് ചോദിച്ചാൽ മതി. അല്ലാഹു ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളിത് ക്ഷമയോടുകൂടെ കേൾക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. ഇതിന്റെ ഇടക്ക് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതൊന്നും പറഞ്ഞു കേൾക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഒരു ഉസ്താദ് ഇങ്ങനെ വാള് പറഞ്ഞാൽ നിങ്ങൾ അയാളെ കൊണ്ടുവരില്ല, അതാണ് വിഷയം. ഇതാരെയും പറയാനും വിടില്ല, ലോകത്ത് നടപ്പാക്കാനും വിടില്ല. അള്ളാന്റെ നിയമമല്ലേ ഇത്? നമ്മളിത് മനസ്സിലാക്കണ്ടേ. നമ്മുടെ പെൺകുട്ടികൾ അള്ളാന്റെ നിയമം ഇന്നതാണെന്നറിഞ്ഞാൽ അത് ചെയ്യാൻ ഒരുക്കമുള്ള എത്രയോ നല്ല മക്കളുണ്ട്. അള്ളാന്റെ അതാണ് ഞാൻ അറിഞ്ഞില്ല. പ്ലക്ക് ചെയ്യുന്നതിന്റെ വിധി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് ടാറ്റു ചെയ്യുന്നതിന്റെ വിധിയെന്ന് എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഉപദേശിച്ചു കൊടുക്കണം നബിയെ. ഉപദേശം ഈമാനുള്ളവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് സഹോദര, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ഈ പറയുന്നത്. നാളെ നരകത്തിന്റെ ചൂട് നിങ്ങളുടെ തടിയിലേക്ക് തട്ടരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. تفنى اللذاذة ممن نال صفوتها من الحرام ويبقى العار والألم. تفنى اللذاذة ممن نال صفوتها من الحرام ويبقى العار والإثم. تبقى عواقب معصية في مغبتها لا خير في لذة من بعدها النار. ഏതൊരു ആനന്ദത്തിന്റെയും ശേഷം വരുന്നത് നരകമാണെങ്കിൽ എന്തിനാണ് ആനന്ദം? വ്യഭിചാരത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നത് നിമിഷങ്ങളാണെങ്കിൽ അതിന്റെ ശേഷം വരാൻ പോകുന്നത് നരകമാണെങ്കിൽ എന്തിനാണ് ആനന്ദം? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. അന്യന്റെ, നിങ്ങളുടെ ഭാര്യയല്ലാത്തത് നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ മൂത്തമ്മയോ ഇളയമ്മയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരിമാരോ അല്ലാത്തവരിലേക്ക് നിങ്ങൾ ഇറങ്ങി ചൊല്ലുമ്പോ ഒന്ന് ആലോചിക്കണം, എനിക്ക് അനുവദിക്കപ്പെട്ടവരാണോ ഇവരെന്ന്. വീട്ടുകാരും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഇതൊന്നും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വിഷമമുള്ള വിഷയമല്ല, ഇത് ഭാരമുള്ള വിഷയവുമല്ല. അല്ലാഹു തആല എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നില്ലേ. കണ്ണ് കാണാത്ത പെൺകുട്ടികൾ എത്രയാണ് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നത്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ.
ലിവർ നഷ്ടപ്പെട്ടു പോയ 11, 12, 15 വയസ്സുള്ള കുട്ടികളില്ലേ, ഹാർട്ടിന് വലിയ മേജർ ഇഷ്യൂസ് ഉള്ള, മേജർ അസുഖങ്ങളുള്ള ചെറുപ്പക്കാരികളില്ലേ, കൈകാലുകൾക്ക് മോശപ്പെട്ട അസുഖങ്ങൾ വന്നവരില്ലേ, അതൊന്നുമില്ലാതെ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചില്ലേ? അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടേ നമ്മൾ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, മാരക അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറി, നമ്മൾ ടൂർ പോകില്ലേ, സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ പോകില്ലേ, സ്റ്റഡി ടൂർ പോകില്ലേ, ഒക്കെ പോയിക്കോളൊന്നും കുഴപ്പമില്ല, അല്ല തെറ്റ് ചെയ്യരുത്. പക്ഷെ ഞാൻ പറയാ, ഒരു സ്റ്റഡി ടൂർ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കൊണ്ടുപോകണം. വെറും വീഗാലാൻഡിക്കും മൂന്നാർക്കും കൊടൈക്കനാൽക്കും മാത്രം പോയാൽ പോരാ. ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ട്രിപ്പ് ഒന്ന് പോയി കൊണ്ടു കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ കാണട്ടെ ഇങ്ങനെയും ഒരു ജീവിതമുണ്ട് എന്നറിയാൻ. നമ്മൾ ഒരുപാട് ഈ ഭൂമിയെ ആസ്വദിക്കാം, നമുക്ക് ഹലാലുകൾ ആസ്വദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാ, സ്റ്റഡി ടൂർ പോകുന്ന കൂട്ടത്തിൽ ഒന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഒരു യാത്ര. നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളൊന്ന് പോയി നോക്കട്ടെ, അവരറിയണം എത്ര നിയമത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒന്ന് പോയി നോക്കി. നമ്മുടെ രാത്രികാലങ്ങളിൽ ഇതിൽ ഓടുന്ന മലബാർ എക്സ്പ്രസ് അടക്കമുള്ള ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സ്ലീപ്പർ കോച്ചുകൾ മുഴുവനും ബുക്ക് ചെയ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യപ്പെടുകയാണ്. ആരാണതിൽ പോകുന്നതെന്നറിയുമോ? RCCയിലേക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് പോകുന്ന ആളുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ജാതിയും മതവും നോക്കാതെ, ചെറിയ മക്കളും വലുതും, പ്രസവിച്ച ഉടനെയും 6 മാസം പ്രായമായ കുട്ടികളടക്കം. നമ്മളൊന്ന് കണ്ടു നോക്കി, ഒന്ന് നോക്കി നമ്മൾ എവിടെയാ നിൽക്കുന്നത്, എത്രയാ നമ്മുടെ അനുഗ്രഹം എന്നറിയാൻ. നമ്മുടെ കൺമുമ്പിലുള്ള അനുഗ്രഹങ്ങൾ നമ്മളെ മറപ്പിച്ചു കളയുകയാണ്, അള്ളാഹുവിനെ മറപ്പിച്ചു കളയുകയാണ്. ഒരു സ്റ്റഡി ടൂർ ഹോസ്പിറ്റലുകളിലേക്കും എപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. അള്ളാഹു നമ്മുടെ ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരട്ടെ. സൂറത്തുൽ അൻആമിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും മിൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി. പറഞ്ഞു കൊടുക്കൂ നബിയേ, അറഅയ്തും നിങ്ങൾ തന്നെ പറഞ്ഞുതാ, ഇൻ അഖദല്ലാഹു സമഅകും നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു എടുത്തു കളഞ്ഞാൽ, വഅബ്സാറകും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞാൽ, വഖതമ അലാ ഖുലൂബികും നിങ്ങളുടെ ഹാർട്ട് ഫെയിലിയർ ആവുകയും നിങ്ങളുടെ ഖൽബിന് സീൽ വെക്കപ്പെടുകയും ചെയ്താൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി അത് കൊണ്ടുതരാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആർക്ക് കഴിയും? ഡോക്ടർക്ക് കഴിയില്ലല്ലോ. പറയാറില്ല, ഡോക്ടർമാരെ കൈയൊഴിഞ്ഞു, മരുന്നില്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല, അതതിനർത്ഥം. ഡോക്ടർമാര് പറയില്ലേ, കൊണ്ടുപോയിക്കോളൂ. എന്താ ഡോക്ടർ, ഈ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? മരുന്നൊക്കെ ഉണ്ട്, ഈ രോഗിക്കത് ഫലിക്കുന്നില്ല. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഖളാ, ശിഫ എന്ന ഖളാ ഈ രോഗിയുമായി ബന്ധിച്ചിട്ടില്ല. മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് അള്ളാഹുവിനല്ലാതെ നിങ്ങൾക്ക് ശിഫ തരാൻ കഴിയുമോ? ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി സുമ്മ ഹും യസ്ദിഫൂൻ. നോക്കൂ നബിയെ, കൃത്യമായും എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ടും അവരെന്തേ പറഞ്ഞത് കേൾക്കാത്തത്? ഖുൽ അറഅയ്തും പറഞ്ഞു കൊടുക്കൂ നബിയേ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്. ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹ്റ. നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴോ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴോ, രഹസ്യമായോ പരസ്യമായോ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ, ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ. അള്ളാഹുവിനെ ധിക്കരിച്ചവരെ അല്ലാതെ അള്ളാഹു നശിപ്പിക്കുമോ? അള്ളാഹു ളാലിമീങ്ങളിൽ പെട്ടുപോവാതെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. തിന്മകൾ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മകൾ ചെയ്യണം. തംഹുഹാ, നന്മകൾ തിന്മയെ മായ്ച്ചു കളയും. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. വേശ്യാവൃത്തി ചെയ്തിരുന്നൊരു പെണ്ണ്
വേശ്യാവൃത്തി ചെയ്ത് നടന്നിരുന്ന ബനി ഇസ്രായേലിൽ കഴിഞ്ഞു പോയൊരു പെണ്ണിന് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തത് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉണ്ടല്ലോ. വളരെ ആധികാരികമായ ഹദീസല്ലേ. ബഗിയുൻ മിൻ ബഗായ ബനി ഇസ്രായീൽ, വ്യഭിചാരം ചെയ്തിരുന്ന പെണ്ണിന് ബഗിയ് എന്നാണ് പറയാ. അറബി അറിയുന്നവരോടാണ് ബഗിയത്ത് എന്ന് പറയില്ല. ആ പണി ചെയ്യുന്നത് പെണ്ണിലേക്ക് ചേർത്തിയിട്ടാ പറയുന്നത്. ബഗിയുൻ മിൻ ബഗായ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു പെണ്ണ്, വ്യഭിചാരിയായ പെണ്ണ് മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന നേരത്ത് ഒരു നായ ഒരു കിണറിന്റെ അരികത്ത് നനഞ്ഞ മണ്ണിങ്ങനെ നാവുകൊണ്ട് തപ്പുന്നത് കണ്ടപ്പോഴാണ് എന്നെപ്പോലെ ദാഹിച്ചിട്ടുണ്ടല്ലോ ഈ മൃഗത്തിനും ഒരു ജീവനുള്ള വസ്തുവിന് നന്മ ചെയ്തു കൊടുത്താൽ അള്ളാഹു മാപ്പ് തരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നിയ്യത്തോടുകൂടെ ഈ പെണ്ണ് കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ഷൂവിൽ വെള്ളമെടുത്ത് ആ നായയെ കുടിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര വലിയ അത്ഭുതമാണിത്. അവര് ഒരുപാട് കാലം നോമ്പ് നോറ്റുകയോ നിസ്കരിക്കുകയോ ചെയ്തതിന് ഫലമായിട്ടല്ല, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, നിർബന്ധ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല ഇസ്ലാമിൽ, അതിനെ കുറിച്ചല്ല ചർച്ച. പക്ഷേ അല്ലാഹു ഒരു പക്ഷേ നല്ല നിയ്യത്തോടുകൂടെ ചെയ്യുന്ന ഒരു നല്ല കാര്യം കൊണ്ട് കഴിഞ്ഞ കാലം മുഴുവനും നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞു, എല്ലാം പുറത്തെടുത്തു. സ്വതക്ക കൊടുക്കുന്നവരെ, ദാനധർമ്മം ചെയ്യുന്നവരെ അള്ളാഹു കൂലി തരണമെന്ന് മാത്രം ആലോചിച്ചിട്ട് ചെയ്യുക. പ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യണ്ട, ഇവിടെ പേര് വായിക്കാൻ വേണ്ടി ചെയ്യണ്ട, അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ ചെയ്തു പോയ കാലത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നേക്കും. നന്മകൾ ചെയ്യുന്നത് ആ ഒരു പെണ്ണ് സഹോദരിമാർക്ക് മാതൃകയാണ്. എനിക്കൊക്കെ അള്ളാഹു പുറത്തു തരുമോ? ഈ പെണ്ണിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. പാവപ്പെട്ട മിസ്കീനത്തായ ഒരു പെണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. വളരെ പാവപ്പെട്ട ഒരു പെണ്ണ്. അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ആദ്യം പെൺകുട്ടി ജനിക്കുന്നത് ഒരു ബറക്കത്താണെന്നാണ്. മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് ആദ്യം ജനിച്ച കുട്ടി പെണ്ണാവുക എന്ന് പറഞ്ഞത്. വലിയ സൗഭാഗ്യമാണ്. അത് കിട്ടിയവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു ആൺകുട്ടികളെ കൊടുക്കും. പിന്നെ പറഞ്ഞു ആണും പെണ്ണും കൊടുക്കും. പിന്നെ പറഞ്ഞു ചിലർക്ക് അള്ളാഹു കൊടുക്കില്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. യഹബു ലിമൻ യശാഉ ഇനാഥാ. വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, മിൻ യുംനിൽ മർഅ അൻ തലിദൽ ബിൻത അവ്വല. ഒരു പെണ്ണ് ആദ്യം ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. എന്തേ കാരണം? അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞത് ആദ്യം പെൺകുട്ടിയെ കൊടുക്കുമെന്നല്ലേ. അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണ്, രണ്ടാമത്തതും പെൺകുട്ടിയാണ്, മൂന്നാമത്തതും പെൺകുട്ടിയാണ് എങ്കിൽ സ്വർഗത്തിന്റെ താക്കോൽ കൈ കിട്ടിയിട്ടുണ്ട്, പോയി തുറന്നാ മതി. സുബ്ഹാനല്ലാഹ്. അത് തൃപ്തിപ്പെടുകയും ആ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്താൽ. പെണ്ണുങ്ങളെന്നെ ഫിത്തന ഉണ്ടാക്കുക. നിനക്ക് ആൺകുട്ടിയൊന്നും ഉണ്ടാവില്ലടി, നിനക്കെന്താ കുഴപ്പം? ചോദിക്കുന്നത് പെണ്ണാണ്, ചോദിക്കപ്പെടുന്നത് പെണ്ണാണ്, ജനിച്ചു കഴിഞ്ഞ കുട്ടിയും പെണ്ണാണ്. ഒരു വർഗസ്നേഹമില്ലാത്ത കൗമാണ് നമ്മുടെ പെണ്ണുങ്ങൾ. ചില സമയത്ത് തോന്നുക അവർക്ക് അവരെ തന്നെ വേണ്ട. പെണ്ണാണോ ഇവിടെ ചോദിക്കേണ്ടത്? ആര്? ഒരു പെണ്ണ്. ഇതും പെണ്ണാ? ചോദിക്കുന്ന പെണ്ണ് ഈ പെണ്ണെന്നല്ലേ എന്നങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇതിന് മറുപടി ആയിട്ട്. സുബ്ഹാനല്ലാഹ്. 3 പെൺമക്കളെ അള്ളാഹു ആർക്കെങ്കിലും നൽകുകയും ഫഅദ്ദബഹുന്ന, അവർക്ക് അച്ചടക്കം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്താൽ കുന്നലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് അവർ കാവലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ചോദിച്ചു, നബിയെ 2 കുട്ടിയാണെങ്കിലോ? 2 പെൺകുട്ടിയാണ്. 2 ആണെങ്കിലും സുഹാബി പറഞ്ഞു, 1 ആണോ എന്ന് ചോദിച്ചാൽ നബി തങ്ങൾ 1 ആണെങ്കിലും എന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നു.
പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഹസനാത്തുൻ, നന്മകളാണ്. തുസാബൂന അലൈഹ, നന്മകൾക്ക് അല്ലാഹു കൂലി തരും. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ സ്നേഹിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഓരോ സ്നേഹമൊക്കെ ക്യാമ്പസ് കൊടുത്തു പോരും വേറെ ഏതോ പെണ്ണിന്. ഉമ്മനെ വാപ്പാനവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. പെൺകുട്ടികൾ ഉമ്മയെ വാപ്പയെ നോക്കുന്ന പോലെ. അൻഖാ ഖുലൂബ, ഖൽബ് വളരെ ശുദ്ധമായിരിക്കുന്നതാണ്. എല്ലാറ്റിനും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. മുത്തുനബി തങ്ങൾ പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് വലിയ കൂലിയാണ് കൊടുത്തത്. അവരെ വളർത്തുന്നവർക്ക് വലിയ പ്രതിഫലം. ഒരുപക്ഷേ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾക്കൊക്കെ പകരം അവരുടെ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നത് കൊണ്ട് അല്ലാഹു വലിയ കൂലി കൊടുത്തേക്കും. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, നന്മക്ക് കൂലിയുണ്ട്. അങ്ങനെ ശറഅ് പറയാം. ആൺകുട്ടികൾ എന്ന് പറയുന്നത് നിഅമത്തുൻ, അനുഗ്രഹമാണ്. തുസ്അലൂന അൻഹാ, ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. എത്ര ആൺമക്കൾ ഉണ്ടായിട്ട് എത്ര പേർക്ക് നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്? എല്ലാവരും ബിസിനസ്മാൻ ആർക്കിക്കൊണ്ട് എല്ലാവരും BBAയും MBA ഒക്കെ കഴിഞ്ഞു അല്ലേ? ആർക്കെങ്കിലും ഹിഫ്ദ് കൊടുത്തോ? ആരെങ്കിലും ഒരു കുട്ടിയെ ഹാലിമാക്കിയോ നീ? അല്ലാഹു ചോദിക്കും. അല്ലാഹു ചോദിക്കും. രണ്ടും കൂടെ കൊടുത്തോ? ദീൻ പഠിപ്പിച്ചോ? അല്ലാഹു ചോദിക്കും. നിഅമത്തുൻ തുസാബ്, നിഅമത്തുൻ തുസ്അലൂന അൻഹാ, ആൺകുട്ടികൾ നിഅമത്താണ്. നിഅമത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിഅമത്തിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ട്. പെൺകുട്ടികൾ എന്നത് നന്മയാണ്, ഹസനത്തുകളാണ്. തുസാബൂന അലൈഹ, അതിന് കൂലിയാണ്. ചോദ്യമല്ല, കൂലിയാണ്. പെൺകുട്ടിയെ വളർത്തിയില്ലേ, അൽഹംദുലില്ലാഹ്. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ, അച്ചടക്കം കൊടുത്തില്ലേ, കൂലി കൊണ്ടുപോയിക്കോ എന്ന് പറയും. ആയിഷ ബീവി പറയാണ്, 2 പെൺകുട്ടികളെ കയ്യിൽ താങ്ങിപ്പിടിച്ച് ഒരു ഉമ്മ എന്റെ വീട്ടിലേക്ക് വന്നു. ആ ഉമ്മ മിസ്കീനത്തായ പെണ്ണായിരുന്നു. സ്വഹീഹ് മുസ്ലിമുൽ ഈ ഹദീസുണ്ട്. യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവായവരെ. ആയിഷ ബീവിയെ വിളിക്കാം. മാ ദഖല ബുതൂനനാ തുആമുൻ മുൻദു 3 അയ്യാം, 3 ദിവസമായിട്ട് എന്റെയോ എന്റെ 2 പെൺകുട്ടികളുടെയോ വയറ്റിലേക്ക് ഒരു ഭക്ഷണവും കടന്നിട്ടില്ല. ഭക്ഷണം വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫബഹ്തു ഫീ ബൈത്തിൻ നബിയ്യ, ഞാൻ അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ വീട്ടിൽ ഫലം അജിദ് ഇല്ലാ 3 തമറാത്തിൻ, 3 കാരക്കയല്ലാതെ മറ്റൊന്നും എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല വീട്ടിൽ നിന്ന്. എന്താണ് ആ വീട് എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ വന്ന് ചോദിക്കുക വല്ലതുണ്ടോ, പൈസ കെട്ടുണ്ടോന്നല്ലേ ചോദിക്കണത്. ഭക്ഷണം ഉണ്ടോ? ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു ദീനാറോ ഒരു ദിർഹമോ കൊടുത്താൽ അവര് മതിവരോട് സന്തോഷിക്കും. ഒന്നും കൊടുക്കാനില്ല. 3 കാരക്ക കിട്ടി. നമ്മൾ പറയും മക്കയിൽ കാരക്ക ഉണ്ടാണ് നാടല്ലേ മദീന, അതിനും പഞ്ഞമാണ് അവിടെ. 3 കാരക്ക, ഒരു പേക്ക് കിട്ടി, 3 കിലോ കിട്ടിയെന്നല്ലേ പറഞ്ഞു. 3 കാരക്ക, അത്രേ അതേ കിട്ടിയുള്ളൂ. എന്താണ് ആ ജീവിതമൊക്കെ? സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ആഡംബരവും ആഡംബരത്തിന് മേൽ ആഡംബരവുമുള്ള കാലമാണിത്. നമ്മുടെ വീടുകളിലൊക്കെ എന്താ അനുഗ്രഹങ്ങൾ, എന്താണ് ഐശ്വര്യം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മുടെ കല്യാണങ്ങളിൽ വിളമ്പി നശിപ്പിച്ച് കളയണതേ. ആൾക്കാരെ ഞെട്ടിക്കാനെ ഉണ്ടാക്കണം, മനുഷ്യന്മാർക്ക് തിന്നാനല്ല, ഞെട്ടിക്കാൻ. ആടിനെ ഇരുത്തിയിട്ടും സുജൂദ് ചെയ്തിട്ടും കിടത്തിയിട്ടും ഒക്കെ കൊടുക്കുകയാണ്, ബാർബിക്യൂ ചെയ്തിട്ട്. എന്തിന്? ഞെട്ടിക്കാൻ. മുഴുവൻ വരുന്ന കൊളസ്ട്രോൾ ഉള്ളവരെ നാട്ടിലും മൊത്തം ഈ കല്യാണത്തിന് ഇറങ്ങിയ കൊളസ്ട്രോൾ വരൂലേ, ഉറപ്പന്നല്ലേ, എന്നും സൽക്കാരം. എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി വേസ്റ്റാക്കി കളയാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് ചെയ്തോളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, 3 കാരക്ക കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്റെ ഉമ്മയും 2 കുട്ടികളുമാണുള്ളത്, അവർക്ക് കൊടുക്കാലോ. ഞാൻ 3 കാരക്ക ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. 1 ഉമ്മാക്കെടുത്തു, 2 കാരക്ക 2 പെൺകുട്ടികൾക്ക്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഈ രംഗം വല്ലാത്ത ഗൗരവത്തിലാണ് വീക്ഷിച്ചത്. ആയിഷ ബീബി പറയാണ്, ഞാൻ നോക്കുമ്പോൾ ആ 2 പെൺകുട്ടികളും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 2 കാരക്കയും പെട്ടെന്ന് തിന്നു. 2ഉം ഓരോരുത്തർക്കും 1 കിട്ടിയുള്ളൂ. ഓരോ പെൺകുട്ടിയും ഓരോന്ന് പെട്ടെന്ന് തിന്നു. 1 കാരക്ക ഇനി ഉമ്മയുടെ വായിലേക്ക് പോകാൻ പോകുന്നു. ഉമ്മ അത് വായയിലേക്ക് ഉയർത്തിയപ്പോഴേക്കും
ഓരോ പെൺകുട്ടിയും പറഞ്ഞു, ഉമ്മ അതെനിക്ക് വേണം, അതെനിക്ക് വേണം, എന്റെ വിശപ്പ് തീർന്നിട്ടില്ല. 3 ദിവസമായി തിന്നാത്ത ഈ ഉമ്മ, 3 ദിവസമായി തിന്നിട്ടില്ലാത്ത മക്കള്, അവർക്ക് 3 കാരക്ക കിട്ടിയിട്ട് ഓരോ കാരക്ക തിന്ന മക്കൾ ഉമ്മയുടെ ഒരു കാരക്കയെ നോക്കി അത് ഉമ്മ തിന്നേണ്ടതാണ്, ഉമ്മ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വായയിലേക്ക് കൊണ്ടുപോയിരുന്ന ആ ഉമ്മ അത് താഴെയെടുത്ത് 2 കഷ്ണമാക്കി, ഒരു പകുതി ഒരു മോൾക്കും മറ്റേ പകുതി മറ്റൊരു മോൾക്കും കൊടുക്കുന്നത് നബിയേ. ഫഅജബനി ഹനാനുഹാ, ആ ഉമ്മ കാണിച്ച സ്നേഹം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. നബി പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഈ വിവരം വിവരിച്ചു കൊടുത്തപ്പോ നബി തങ്ങളുടെ മറുപടി വന്നു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്നഹ വഅതഖഹാ ബിഹാ മിനൻ നാർ. കാരക്ക 2 ചീളാക്കി 2 ഭാഗമാക്കി പാതിയാക്കി തന്റെ പ്രിയപ്പെട്ട 2 മക്കൾക്ക് കൊടുത്തതിന്റെ ഫലമായി ഈ പെണ്ണിന് അല്ലാഹു നരകമോചനം കൊടുത്തിട്ടുണ്ട്. ആയിഷ ഇത് കാരണം അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. സഹോദരന്മാരെ, ഭാര്യമാരുള്ളവർ, കല്യാണം കഴിഞ്ഞവർ, കുഞ്ഞിന് അസുഖമാകുമ്പോ, കുഞ്ഞിന് പനി പിടിക്കുമ്പോ, കുഞ്ഞിന് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോ, തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോ തൊട്ടടുത്ത റൂമിലേക്കോ ലോബിയിലേക്കോ കൊറിഡോറിലേക്കോ പോയിട്ട്, അല്ലെങ്കിൽ വേറെ ബെഡ്റൂം നോക്കി പോയിട്ട് ഞാൻ സ്വസ്ഥമായി ഉറങ്ങട്ടെ, നീ കുഞ്ഞിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉമ്മയെയും കുഞ്ഞിനെയും ഒരു മുറിയിലാക്കി പോകുമ്പോ, ചെറുപ്പക്കാരാ, നീ ആലോചിക്കുന്നുണ്ടോ? സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാത്സല്യമാണ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത്. ആ ഭാഗ്യം നിനക്ക് കിട്ടിയില്ലല്ലോ. ഉമ്മമാർ ചെയ്യുന്ന ഈ ത്യാഗത്തിന് പകരമായിരിക്കണം അവരുടെ കാലിന്റെ താഴെ സ്വർഗം തന്നെയുണ്ട് എന്ന് മുത്തനബി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയ ഉമ്മമാർ, അവര് താലോലിച്ച് കൈക്കുഞ്ഞുങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടികൾ, ഈ ആൺമക്കൾ 10-20 വയസ്സാകുമ്പോഴേക്കും ഉമ്മ, ഞാൻ എന്റെ തോന്നിയവന്റെ കൂടെ പോവുകയാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് കൊഞ്ഞനം കാണിച്ച് അവരുടെ കണ്ണുനീരിന് വില കൊടുക്കാതെ തന്റെ പ്രേമവും താൻ അവർക്ക് കൊടുത്ത വാക്കുമാണ് വലുതെന്ന് പറഞ്ഞ് ഉമ്മയെ വാപ്പയെ കണ്ണീരിലാഴ്ത്തി പോകുന്ന മക്കളൊന്ന് ഓർക്കുന്നുണ്ടോ? 2 കൊല്ലത്തെ ചിരിയാണ് നിന്റെ കാമുകനും കാമുകിയും നിനക്ക് തന്നത്. 20 വയസ്സുവരെ നീ വളർന്നപ്പോ ഇനി അങ്ങോട്ട് വളരാനിരിക്കുമ്പോ മുഴുവനും നിനക്ക് സ്നേഹമല്ലാതെ മറ്റൊന്നും തരാൻ അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട വാപ്പയെ കോടതിയുടെ വരാന്തയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉമ്മയുടെ കൂടെ പോകുന്ന മോളെ, വാപ്പയുടെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, എന്റെ കാമുകൻ ഇന്നാലിന്ന മതക്കാരൻ, അവന്റെ മതവും ജാതിയും എനിക്ക് പ്രശ്നമല്ല, എന്റെ സമൂഹവും എന്റെ മഹല്ലും എന്റെ നാട്ടുകാരും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ഉമ്മയെ വാപ്പയെ കണ്ണീരിലാഴ്ത്തുന്ന മക്കൾ ഓർക്കണേ, നിങ്ങൾക്ക് സമാധാനം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു എങ്ങനെ തരും? എങ്ങനെ തരും? 2 കൊല്ലത്തെ ചിരിക്ക് പകരമാണോ 20 കൊല്ലത്തെ മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹം? അവരല്ലേ വളർത്തിയത്. നമ്മളെ മക്കൾ എന്താ അത് മറന്നു പോകുന്നത്? കോളേജിലെത്തുമ്പോഴേക്കും മറക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞു വരുന്ന സർവ്വ പെൺകുട്ടികൾക്കും ബോയ് ഫ്രണ്ടുകളുണ്ട്. ഇതാണ് അത്ഭുതം.